പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരമോ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അനുഗ്രഹം മനുഷ്യന്റെ ഔദാര്യമാണ്. ഈ അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഓരോ മനുഷ്യരും. എന്നാൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്? ധാരാളം മക്കളുണ്ടാവുക, ധാരാളം സമ്പത്തുണ്ടാവുക, ജോലി ഉണ്ടാവുക, ഒരുപാട് ഭൂമി ഉണ്ടാവുക, ഇതൊക്കെയാണോ അനുഗ്രഹം? എന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ധാരാളം മക്കളുണ്ടാവുന്നു, ഭൂമി ഉണ്ടാവുന്നു, സമ്പത്തുണ്ടാവുന്നു, ജോലി ഉണ്ടാവുന്നു, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് തലമുറയിലേക്ക് ഒഴുകുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. ഈ ജീവിതത്തിനപ്പുറം നിത്യതയിലേക്ക് എത്തുന്ന ദൈവത്തിന്റെ കരുതലാണ് ദൈവം തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം അബ്രാഹത്തെ വിളിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. എന്തായിരുന്നു അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം? അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും സന്തതി പരമ്പര ഉണ്ടാവും എന്ന് പറഞ്ഞതാണോ ദൈവം അബ്രാഹത്തോട് ചെയ്ത അനുഗ്രഹം? അല്ലെങ്കിൽ അബ്രാഹത്തിന് ധാരാളം ഭൂമി ഉണ്ടാവും എന്ന് പറഞ്ഞതാണോ? ഇതൊന്നുമല്ല. ദൈവം അബ്രാഹത്തിലൂടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്നതാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് തലമുറയിലേക്ക് ഒഴുകുന്ന അഭിഷേകമാണ്. ഈ ജീവിതത്തിനപ്പുറം നിത്യതയിലേക്ക് എത്തുന്ന കരുതലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ അബ്രാഹത്തിന്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് യേശു ക്രിസ്തു ജനിക്കുന്നു. അതോടൊപ്പം തന്നെ മാനവരാശിയുടെ രക്ഷ ഈ അബ്രാഹത്തിന്റെ വംശാവലിയിലൂടെ അവിടുന്ന് സംഭവിക്കുകയാണ്. ഇതാണ് ദൈവം ആഗ്രഹിച്ചതും അതുപോലെ തന്നെ തിരുവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിച്ചവരാ. എന്നാൽ ഈ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് പറയുകയാണ്. പൂർവ്വപിതാവായ ജോസഫിനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന്. ജോസഫിനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതം? തിരസ്കരണങ്ങൾ, എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടവൻ, സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടവൻ, അവിടെ നിന്ന് പൊക്കിയെടുത്ത് അടിമയായി വിൽക്കപ്പെട്ടവൻ, തൻ്റെ പേരിൽ അപവാദങ്ങളും പഴിചാരിയ സഹോദരങ്ങള്. ഇതുപോലെ തന്നെ ജോസഫ് ഈജിപ്തിലെത്തിയിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിന്ദനങ്ങളും അപമാനങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം ജോസഫ് നേരിടേണ്ടി വന്നു. എന്നാൽ ജോസഫിനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ ഈ പൂർവ്വപിതാവായ ജോസഫിലൂടെ ഈജിപ്തിലെ ക്ഷാമത്തിൽ നിന്ന് ആ ജനത്തെ മോചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തന്റെ സഹോദരങ്ങളെ മുഴുവൻ പൂർവ്വപിതാവായ ജോസഫ് വീണ്ടെടുക്കുന്നു. ഇതാണ് ഈ ജോസഫിനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് ദൈവം പറഞ്ഞത്. നമ്മളും അറിയണം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പാദസ്പർശനം വഴി ഞാൻ കയറി ചെന്നിരിക്കുന്ന സ്ഥലം ഒരു അനുഗ്രഹമായിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ആ സ്വഭാവം ആ വ്യക്തിയുടെ ഒന്ന് മാറട്ടെ, ആ കുടുംബത്തിന്റെ സാഹചര്യം ഒന്ന് മാറട്ടെ, അവിടുത്തെ ആ വ്യക്തി ഒന്ന് മാറട്ടെ, എങ്കിൽ അവിടെ എല്ലാം ഞാൻ ശരിയാക്കും. അങ്ങനെയല്ല പൂർവ്വപിതാവായ ജോസഫ് ചെയ്തത്. മറിച്ച് പൂർവ്വപിതാവായ ജോസഫ് ചെയ്തു, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ കയറി ചെല്ലുന്ന അവന്റെ പാദസ്പർശനം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് എത്രയോ കുടുംബങ്ങളെ കാണാൻ സാധിക്കും. തകർന്ന് തരിപ്പണമായി കിടന്ന കുടുംബങ്ങളാ. ചില മക്കള് മരുമക്കള് ആ കുടുംബത്തിലേക്ക് കയറി ചെന്നു, അവിടെ പാദസ്പർശനം വഴി ആ കുടുംബത്തെ വീണ്ടെടുത്തു. ഒരുപക്ഷെ ആത്മീയമായി ആ കുടുംബത്തെ ഉണർത്താൻ സാധിച്ചു, ഭൗതികമായ ആ കുടുംബത്തെ ഉണർത്താൻ സാധിച്ചു. ചില വ്യക്തിയുടെ പാദസ്പർശനം ആ കുടുംബത്തിന് ഒരു പോസിറ്റീവ് എനർജി അല്ലേ കൊടുത്തേ? ഇതുപോലെ തന്നെ
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ ഈ പാദസ്പർശനം എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ കുടുംബത്തില്, ഞാൻ കടന്നു ചെല്ലുന്ന വ്യക്തികളിൽ, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളിൽ ഈ പോസിറ്റീവ് എനർജി ഞാൻ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടോ? അതോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാദസ്പർശനം മറ്റുള്ളവരെയെല്ലാം തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്? എൻ്റെ വാക്കുകൾ വഴി, എൻ്റെ ചിന്തകൾ വഴി, എൻ്റെ പ്രവൃത്തികൾ വഴി മറ്റുള്ളവരെ തകർത്ത് കളയുകയാണ് ഞാൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഈ അനുഗ്രഹം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക? പുറപിതാവായ ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. അവനെ ഓർത്ത് പൊത്തീഫറിന്റെ ഭവനം പോലും അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ തിരുവചനത്തെ കാണുന്നുണ്ട്, അബ്രാഹത്തിന്റെ ജീവിതം ദൈവം വിളിച്ചിട്ട് പറയുന്നു, അബ്രാഹാം, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ടുപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ അബ്രാഹാം നോക്കിക്കഴിഞ്ഞപ്പോ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നാളത്തേക്ക് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഇല്ല, ഒരു അഭിഷേകവും ഇല്ല. എന്നും അബ്രാഹത്തിന്റെ ഇടയന്മാര്, ലോത്തിന്റെ ഇടയന്മാര് ശണ്ട. ഈ സമയത്ത് അബ്രാഹാം, എന്താ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അനുഗ്രഹം ഇല്ലാത്ത? എന്നും പ്രശ്നം തീർക്കാനേ നേരമുള്ളൂ, എന്നും അവിടെ ശണ്ട തീർക്കാനേ നേരമുള്ളൂ. ഈ സമയത്ത് അബ്രാഹാം തിരിച്ചറിയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാത്തതിന്റെ കാരണം തൻ്റെ സഹോദരനായ ലോത്തിനെ എൻ്റെ കൂടെ കൊണ്ടുപോയി നടക്കുന്ന. എന്താ ലോത്ത് കൂടെ വന്നാലുള്ള പ്രശ്നം? ദൈവം എല്ലാം വിട്ടുപേക്ഷിച്ച് എന്നെ അനുഗമിക്കാനാ അവിടുന്ന് അരുൾ ചെയ്ത്. എന്നാൽ ഈ ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധമാണ് ലോത്ത്. ഈ ലോത്തിനെ അബ്രാഹാം കൂടെ കൊണ്ടുപോയതാ. ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാട് നാളത്തേക്ക് അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒഴുകാതിരുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ടാവും, വലിയ പാപമൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ തിരിച്ചറിഞ്ഞു, ദൈവം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, ചില ഫോൺ വിളികൾ നീ കൊണ്ടുപോയി നടന്നോ, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുകിയില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം. ഏലിയ ജനത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലം 2 വഞ്ചിയിൽ കാലിട്ടിരിക്കും? കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവിൻ, ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ ആരാധിക്കുവിൻ. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെയും ബാലിനെയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കാൻ സാധിക്കില്ല. കുറെ കർത്താവിന്റെ കൂടെ, കുറെ പിശാചിന്റെ കൂടെ, കുറെ ലോകത്തിന്റെ കാര്യങ്ങൾ, കുറെ കർത്താവിന്റെ കാര്യങ്ങൾ. തിരിച്ചറിഞ്ഞോ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെയും ബാലിനെയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ബാല് കയറി ഓട്ടോമാറ്റിക്കലി കർത്താവ് പുറത്താ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം വേണം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് തന്നെയാ. ഒരു തിന്മയും പൈശാചി വീടുകളും എൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ പാടില്ല. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കാണുകയാണ്, ദൈവം ആഗ്രഹിക്കാത്ത ആ ബന്ധം എത്ര കാലം അവൻ കൊണ്ടുപോയി നടന്നോ, ദൈവത്തിന്റെ അനുഗ്രഹം, അഭിഷേകം അവന്റെ ജീവിതത്തിൽ ഒഴുകാത്ത അവസ്ഥ. ഇന്ന് അനേകം വ്യക്തികൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എവിടെ ചെന്ന് കഴിഞ്ഞാലും പരാജയങ്ങൾ മാത്രം. ഒരു രീതിയിലും അവിടെ ജീവിതത്തിൽ ഒരു സുസ്ഥിതിയില്ലാത്ത അവസ്ഥ, കുടുംബ തകർച്ച, സാമ്പത്തികമായ മേഖലയിൽ തകർച്ച, ജോലി ഇല്ലാത്ത അവസ്ഥ. ഇന്റർവ്യൂ ഒക്കെ പാസ്സാവുന്നുണ്ട്, പക്ഷെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്താ ഇത്? ദൈവം ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും നിന്റെ കൂടെ കൊണ്ടുപോയി നടന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുകയില്ല. ഇതുപോലെ തന്നെ ദാവീദിന്റെ ജീവിതം ഒന്നെടുത്തേ. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കി. അതുപോലെ തന്നെ ആര് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ ദാവീദ് 1000, 2000, 3000, 4000 എത്ര പേരെ വേണമെങ്കിലും നേരിടാനുള്ള ശക്തിയുണ്ട് എന്ന് അവന്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചിട്ടുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ ഈ കൊച്ചു ദാവീദ് 5 കല്ലുകൊണ്ട് നേരിടാൻ പോയിട്ടുണ്ടെങ്കിൽ
അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നു, ശക്തമായ കൃപ അവനിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ അവൻ ഇറങ്ങി തിരിച്ചതും ആ ഗോലിയാത്തിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുക. എങ്ങനെയാ നഷ്ടപ്പെടുത്തിയത്? ദൈവം ആഗ്രഹിക്കാത്ത പലതും അവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഉറിയായുടെ ഭാര്യ ബർശബ അവളെ കണ്ടു കഴിഞ്ഞപ്പോ പാപം ചെയ്യാനുള്ള പ്രേരണ ആദ്യം ഹൃദയത്തിലേക്ക് കടന്നു വന്നു, ചിന്തയിലേക്ക് കടന്നു വന്നു. പിന്നീട് അത് പാപത്തിൽ പോയി കലാശിക്കുക. ദാവീദ് പാപം ചെയ്ത് ആരോടാ? തന്റെ സൈനികന്റെ ഭാര്യയോട്. എന്നാൽ ദാവീദിന്റെ മക്കളുടെ ജീവിതം നോക്കി. ദാവീദിന് ഒരു മകനുണ്ടായിരുന്നു അബ്നോൻ, ഒരു മകളുണ്ടായിരുന്നു താമർ. ഈ സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണ കണ്ടോ? അപ്പൻ ചെയ്തത് ആരോടാ? എന്നാൽ മക്കള് ജീവിതം കാണിച്ചു തരിക സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണ. നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രമാത്രം ഈ മാതാപിതാക്കൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നുണ്ടോ അത്രയും അഭിഷേകം തലമുറയിലേക്ക് അവിടെ നിന്ന് ഒഴുകും. എന്നാൽ മാതാപിതാക്കളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ തലമുറയിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അഭിഷേകം അവിടെ നഷ്ടപ്പെട്ടു പോവുക. ഇതുപോലെ തന്നെ വീണ്ടും കാണാൻ സാധിക്കും. ജോഷുവയുടെ പുസ്തകം 6ഉം 7ഉം അധ്യായത്തിൽ അവർ ജെറീക്കോ കോട്ടയെ തകർക്കാൻ വേണ്ടി പോവുക. ജെറീക്കോ കോട്ടയെ അവിടെ ബുദ്ധി കൊണ്ടൊന്നും തകർക്കാൻ സാധിക്കില്ല, സൈന്യ ബലം കൊണ്ടൊന്നും തകർക്കാൻ സാധിക്കില്ല. ബോംബിട്ട തകരുന്നതല്ല ജെറീക്കോ കോട്ട. അവിടെ കടും ബുദ്ധിയൊന്നും പ്രയോഗിച്ചാൽ തകർക്കാൻ സാധിക്കാത്ത ജെറീക്കോ കോട്ട. എന്നാൽ ദൈവമായ കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം അത്ഭുതകരമായ രീതിയിൽ ജെറീക്കോ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ജോഷുവയുടെ പുസ്തകം 6ആം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജെറീക്കോ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കി പോരുമ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല. അവിടെ പഴയ വസ്തുക്കൾ കാണും, പഴയ സ്വർണം കാണും, പഴയ വെള്ളി കാണും, പഴയ തുണിത്തരങ്ങൾ കാണും. ഒന്നും നിങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പാടില്ല. എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളുടെ കൂടാരങ്ങളിൽ തകർച്ചകൾ ഉണ്ടാവും. ദൈവം വ്യക്തമായിട്ട് അവർക്ക് വെളിപ്പാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ രീതിയിൽ അവരുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് ഒന്നും തകർക്കാൻ സാധിക്കാതിരുന്ന ഈ ജെറീക്കോ കോട്ട ദൈവം പറഞ്ഞത് പ്രകാരം 6 ദിവസം ഓരോ പ്രാവശ്യം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും അവർ വലയം വെച്ചു. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും വലയം വെച്ചു. ഇതാ ഈ ജെറീക്കോ കോട്ട തകർന്ന് തരിപ്പണമായി തീർന്നു. വലിയ സന്തോഷമായി. അവരുടെ കൂടാരങ്ങളിലൊക്കെ ഡാൻസും പാട്ടുകളും ആയി. കാരണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളെ ഞങ്ങൾ ഇതാ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആളുകൾ അധികം കഴിഞ്ഞില്ല. അവർക്ക് വീണ്ടും കോൺഫിഡൻസ് ആയി അടുത്ത പട്ടണത്തെ തകർക്കണം. അങ്ങനെ അടുത്ത പട്ടണത്തെയും ഞങ്ങൾക്ക് കീഴടക്കണം. അടുത്ത പട്ടണത്തിന്റെ പേരാ. അടുത്ത പട്ടണത്തിലേക്ക് അവർ പോകുക. ആ പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ പട്ടണത്തെ കുറിച്ച് അവർ പഠിച്ചു, അതിന്റെ സ്കെച്ചൊക്കെ എടുത്തു. ആ പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇത് നിസ്സാര, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം പേര് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവര് ഈ കൊച്ചു പട്ടണത്തെ വളരെ നിസ്സാരമായിട്ട് കരുതി, വളരെ സിമ്പിളായിട്ട് അവർക്ക് ആ പട്ടണത്തെ കീഴടക്കാം എന്ന് വിചാരിച്ച്. എന്നാ പ്രിയപ്പെട്ടവരെ, ആ പട്ടണത്തിന് മുമ്പിൽ ഇസ്രായേൽക്കാർ പരാജയപ്പെട്ടു പോകുകയാണ്. അവരുടെ 33ഓളം പട്ടാളക്കാര് മരിച്ചു വീഴുക. അവരെന്തെന്നില്ലാത്ത രീതിയിൽ നിരാശയായി. ഈ ജോഷുവ പുരോഹിതൻ എന്താ ചെയ്തേ? വാഗ്ദാന പേടകത്തിന് മുമ്പിൽ ചാക്കെടുത്ത് ചാരം പൂശി അവിടെ കമ്മിടുന്ന് കിടന്ന് നിലവിളിക്കുക. കാരണം എന്താ? ഞങ്ങളിതാ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ആ പരാജയം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലുണ്ടല്ലോ ദൈവമായ കർത്താവ് ജോഷുവോട് പറഞ്ഞു, ജോഷുവേ, എന്താ നീ കിടന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നേ? നീ എഴുന്നേറ്റ് ജനത്തെ വിശുദ്ധീകരിക്കുവിൻ. കാരണം പറയുകയാണ്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു.
ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. തുടർന്നുള്ള വാക്കുകളെ കാണാൻ സാധിക്കും. ജനത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ജോഷുവയോട് ആഹ്വാനം ചെയ്തു. ജനത്തെ വിശുദ്ധീകരിക്കുവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ നേരം വിളിക്കുമ്പോൾ ഈ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടണം. അവർ ഗോത്രം ഗോത്രമായി വരണം, കുലം കുലമായി വരണം, കുടുംബം കുടുംബമായി വരണം. അങ്ങനെ യൂദാഗോത്രത്തെ വിളിച്ചു കൂട്ടിയിരിക്കുക. യൂദാഗോത്രത്തെയും ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു കൂട്ടിയിരിക്കുക. അവസാനം അവർ തിരിച്ചറിയുകയാണ് അവിടെ പരാജയത്തിന്റെ കാരണം എന്താ. ഇതാ ഗോത്രം ഗോത്രമായി കുലം കുലമായി അവിടെ ജീവിതത്തെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു, ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് ഇസ്രായേൽക്കാർ പിന്നീടുള്ള എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെടാൻ കാരണം. വചനം പറഞ്ഞ എന്താ? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽക്കാർ മുഴുവൻ പാപം ചെയ്തിട്ടാണോ? ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് പറഞ്ഞ് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പാപത്തിന് പേഴ്സണൽ ഡയമെൻഷൻ ഉണ്ട്, രണ്ട് സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. ഞാൻ പാപം ചെയ്യുമ്പോൾ അത് എന്നെ തന്നെ ബാധിക്കുന്നു. അതിന്റെ സോഷ്യൽ ഡയമെൻഷൻ, ഞാൻ പാപം ചെയ്യുമ്പോൾ എന്നിലൂടെ ഒഴുകേണ്ട അഭിഷേകം, എന്നിലൂടെ ഒഴുകേണ്ട കൃപകൾ ഒഴുകാതെ പോകുന്നു. ഇന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്, നമ്മിലൂടെ ഒഴുകേണ്ട ദൈവത്തിന്റെ കൃപകളുണ്ടല്ലോ, ഞാൻ പാപം ചെയ്യുമ്പോൾ അത് ബ്ലോക്കായി പോകുകയാണ്. ഇതിനുശേഷം എങ്ങനെയാണ് ദൈവം അവരെ മോചിപ്പിക്കുന്നത്? ഈ ആഖാൻ എന്ന് പറയുന്ന മനുഷ്യരോട് ജോഷുവ പറയുകയാണ്, നീ എന്ത് ചെയ്തു എന്ന് നീ എന്നോട് പറയുക. നീ എന്ത് ചെയ്തു? നമ്മളും കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പറയേണ്ടത് ഇതാ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാ. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ പാപം ചെയ്തു. ഞാൻ ചെയ്ത പാപം ഇതാണ്. 250 ഷെക്കൽ വെള്ളി ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചു. 50 ഷെക്കൽ സ്വർണം ഞാൻ അവിടെ നിന്ന് എടുത്തു. അതുപോലെ തന്നെ ഷീനായിരുന്നുള്ള മേലങ്കി ഞാൻ എടുത്തു. എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കുമ്പസാരമാണ് ഈ ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ നടത്തുന്നത്. ഇതാ, അതിനൊരു കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, വിശുദ്ധീകരണമുണ്ട്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഗോത്രം ഗോത്രമായി കുലം കുലമായി കുടുംബം കുടുംബമായി വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഓരോ കുമ്പസാരത്തിനും നാം കടന്നു ചെല്ലുമ്പോൾ 10 കൽപ്പനകളിലൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് വേണം അങ്ങോട്ട് കടന്നു ചെല്ലാൻ. അതുപോലെ കുലം കുലമായിട്ട് വരണം എന്ന് പറയുമ്പോൾ തിരുസഭയുടെ കൽപ്പനകളിലൂടെ എൻ്റെ ജീവിതത്തെ നോക്കണം. കുടുംബം കുടുംബമായി വരണം എന്ന് പറയുമ്പോൾ മൂലഭാവങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ പരിശോധിക്കണം. അങ്ങനെ ഓരോ മേഖലയുടെയും പരിശോധിച്ച് വേണം ഓരോ മക്കളും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഭാവം എന്താ? ഞാൻ ഒരു പാപിയാണ്. ഒരു രോഗിയാണെന്ന് അക്സെപ്റ്റ് ചെയ്താൽ അവന് സൗഖ്യം ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തി, അവൻ പാപിയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു കൃത്യത ഉണ്ടാവണം, വിശുദ്ധീകരണം ഉണ്ടാവണം, അതുപോലെ തന്നെ വ്യക്തത ഉണ്ടാവണം. നമ്മുടെ കുമ്പസാരത്തിലും അതെ, ഇന്ന പാപം ഞാൻ ഇത്ര പ്രാവശ്യം ചെയ്തു, അതിന് കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടന്ന മോഹം എന്നുള്ള പാപ, എൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നടന്ന ഇന്ന പാപ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുമ്പസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് അവിടെ നിന്ന് ഒഴുകിയുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കാം, ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹമാകുവാൻ വേണ്ടി വിളിച്ചവരാ. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ആ മേഖലകൾ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവുക. അതോടൊപ്പം തന്നെ വ്യക്തമായി തീരുമാനമെടുക്കുക. ഒരു നല്ല കുമ്പസാരം ഓരോ വ്യക്തിയെയും പുതിയ വ്യക്തിയാക്കി മാറ്റുകയാണ്. ആഖാന്റെ കുമ്പസാരം നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയായി തീരട്ടെ, ശക്തിയായി തീരട്ടെ. നമുക്ക് തീരുമാനമെടുക്കാം. ദൈവമേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത് അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണല്ലോ. എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. എൻ്റെ പാദസ്പർശനം ഞാൻ കടന്നു ചെല്ലുന്ന കുടുംബങ്ങളിൽ, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളിൽ, കടന്നു ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും എൻ്റെ പാദസ്പർശനം ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് എന്നെ നീ മാറ്റണമേ.